ഇത് ആര് കേൾക്കുന്നില്ലെങ്കിലും ബി ഡി സതീശനും എം വി ഗോവിന്ദനും കേൾക്കണം, ബിനോയ് വിശ്വവും പി കെ കുഞ്ഞാലിക്കുട്ടിയും കേൾക്കണം എന്നാണ് ഞാൻ പറയുക. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 15-ാം തീയതി ഇലക്ഷൻ കമ്മീഷൻ അതിൻ്റെ ഈ ദിവ്യ പറഞ്ഞതുപോലെ എന്താണ് കരട് ഒഴിവാക്കപ്പെട്ടവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചു. 23 ലക്ഷം ആളുകളാണ്, വോട്ടർമാരാണ് ഒഴിവാക്കപ്പെട്ടത്. അത് ASD ലിസ്റ്റ് എന്നാണ് പറയുക, എന്താണ് ആബ്സെൻസ് ഷിഫ്റ്റ് ഡിലീഷൻ. അതിനകത്ത് ആദ്യം നമ്മൾ കാണേണ്ട കാര്യം 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ BJP 1-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള 11 അസംബ്ലി സെഗ്മെൻറ്റുകളുണ്ട്. 2-ാം സ്ഥാനത്ത് വന്നിട്ടുള്ള 9 അസംബ്ലി സെഗ്മെൻറ്റുകളുണ്ട്. ഈ അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് മൊത്തം കേരളത്തിൽ 23 ലക്ഷം ആളുകളാണ് ഒഴിവാക്കപ്പെട്ടിട്ടുള്ളത്. ഈ അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് 11, 9 എത്ര 20 അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ BJP 1-ാം സ്ഥാനത്തോ 2-ാം സ്ഥാനത്തോ വന്ന അസംബ്ലി സെഗ്മെൻറ്റുകളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമത്തെ ചോദ്യം അതാണ്, എന്തുകൊണ്ട് ഇത്രയധികം ആളുകൾ ഒഴിവാക്കപ്പെട്ടു? രണ്ടാമത്തെ, ഇത്ര അധികം ആളുകൾ തങ്ങളുടെ മണ്ഡലങ്ങളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ട് BJPക്ക് എന്താണ് ഒരു ആശങ്കയില്ലാത്തത്? നമ്മളെ RC ഒന്നും പറയുന്നില്ല, സുരേന്ദ്രൻ ഒന്നും പറയുന്നില്ല. തങ്ങൾ പ്രധാനമെന്ന് കരുതുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ നിന്ന് ഇത്രയധികം ആളുകൾ ഒഴിവാക്കപ്പെട്ടു. ഇത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാരോ ഒന്നും പറയുന്നില്ല. വി ഡി സതീശനോ ഗോവിന്ദനോ കുഞ്ഞാലിക്കുട്ടിയോ ബിനോയ് വിശ്വോ ഒന്നും പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇവരാരും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കുകയോ ഇത് പഠിക്കുകയോ ചെയ്തിട്ടില്ല. അങ്ങനെയാണ് നമ്മളിത് പഠിക്കാൻ തീരുമാനിക്കുന്നത്. നമ്മൾ പാലക്കാട് നിന്ന് തുടങ്ങി ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ വാർത്ത കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ കാണേണ്ട കാര്യം, ഈ ലിസ്റ്റ് എഗൻ അതിനെ വിഘടിപ്പിക്കുന്നുണ്ട്. ASD ലിസ്റ്റിൽ വരുന്ന കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഓൾറെഡി എൻറോൾഡ്. എന്തുകൊണ്ടാണ് ഒഴിവാക്കപ്പെടുന്നവരുടെ ലിസ്റ്റ് എഗൻ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓൾറെഡി എൻറോൾഡ്, സംവെയർ എൽസ് എൻറോൾഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എന്നുവെച്ചാൽ BLOമാരാണല്ലോ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി എൻറോൾഡ് ആയിട്ടുള്ള ആളുകളെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. അൺട്രേസബിൾ ബാർ ആബ്സെൻറ്റ്, ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൺട്രേസബിൾ, കണ്ടെത്താൻ കഴിയുന്നില്ല. അൺട്രേസബിൾ ആയിട്ടുള്ള ആളുകൾ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത വോട്ടർ പട്ടികയിൽ പേരുള്ള ആളുകളെ, 10,000-കണക്കിന് ആളുകളെ ഇപ്പോൾ 2024 വോട്ട് ചെയ്ത ആളുകളെ 2025 യു കനോട്ട് ട്രേസ് ദം എന്ന് പറഞ്ഞാൽ ഈ അജ്ഞാത വോട്ടർമാരെവിടെ? ഈ ജിന്നുകളെവിടെ?